വഴി പോകുന്ന എല്ലാരും കയറി വരും. ജംഗ്ഷനി ഒരെണ്ണം വെക്കണം. അത് ആലോചിക്കുന്നേ ഉള്ളു എത്ര അടി വേണം. എത്ര അടിയുടെ കട്ടൗട്ട് ജംഗ്ഷനി വേണമെന്ന് ആലോചിക്കുന്നത്. ഹലോ, കാണാനില്ലല്ലോ നിന്റെ. വന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇങ്ങനെ. ഹലോ, പരിപാടി ഫ്രഷ് ആവുമ്പോഴാ ഫ്രഷ് ആയിട്ട് വരട്ടെ. കുറച്ച് ഫ്രഷ് ഐറ്റങ്ങൾ കുറച്ച് പറയാനുണ്ട്. ഫ്രഷ് ഐറ്റങ്ങളുണ്ടോ ഇത്? അപ്പൊ കൊറേ ഉണ്ടല്ലോ ഇത്. കുറച്ച് അണ്ണന്മാരും വെല്ലുവിളിയും ഭയങ്കര പോരാട്ടമൊക്കെ നമ്മള് കണ്ട. ഭീഷണി വരണ്ട്, നമ്മള് വരണ്ട്. ഭീഷണി വരെ ഉണ്ടായിരുന്ന. അയ്യോ ഗോഡണ്ണാ, വരണ്ടണ്ണാ, വരണ്ട്. അയ്യോ അണ്ണാ, വരട്ടല്ലേ അണ്ണാ. അയ്യോ പേടിച്ചോയി. അല്ലെങ്കിൽ പോയാലോ നല്ല റൈറ്റാക്കി കിടുക്കറച്ച്. സ്ക്രീൻ ഷേക്ക് ഇട്ടുണ്ടോ? വരട്ടെ, തുടങ്ങാം നമുക്ക്. ഞാനൊന്നും ഇട്ടിട്ടില്ല, അതിലുള്ളതെല്ലാം അതേപോലെ തന്നെ ഉണ്ടെന്നേ ഉള്ളു. അപ്പൊ ടെറസ് മെക്കാനിസം ഒന്ന് സെറ്റ് ആക്കണേ പ്ലീസ്. മനസ്സിലാവുന്നില്ല ഇടയ്ക്ക്. ബ്രോ ഞാനൊരു കാര്യം ചെയ്യാം ബ്രോ. പുതിയൊരു സെറ്റപ്പ് കൊണ്ടുവരാൻ പോവാ. അതായത് മാപ്പിന്റെ കൗണ്ട് കുറയ്ക്കാൻ പോവാ. ഓക്കെ, 2 മാപ്പ് അറ്റ് എ ടൈം ഉണ്ടായിരിക്കും. പക്ഷെ 8 മാപ്പോളം ഉണ്ടായിരിക്കും. അത് റാൻഡം ആയിരിക്കും. ഓക്കെ, ഈ ആദ്യത്തെ 2 മാപ്പിൽ 25 വെച്ച് ഫുൾ ആയി കഴിയുമ്പോൾ 3ാമത്തെ മാപ്പ് വേണമെങ്കിൽ വോട്ട് ഇടാം. 10 വോട്ടായി കഴിഞ്ഞാൽ 3ാമത്തെ മാപ്പ് ക്രിയേറ്റ് ആവും. എല്ലാ 1 മണിക്കൂറിലും പഴയ 2 മാപ്പുകൾ എന്താ പറയാ, അതിലുള്ള എല്ലാരെയും കിക്ക് ചെയ്തിട്ട് ആ 2 മാപ്പ് റീസെറ്റ് ആവും. ഇങ്ങനത്തെ കുറച്ച് അപ്ഡേറ്റ്സ് കൂടെ പുഷ് ചെയ്യാം. വേറെ ഒരു പരാതി കൂടി ഉണ്ട്. ഓരോ ഇതില് ഓരോ മെക്കാനിക്സ് ആയിട്ട് തോന്നുന്നുണ്ട്. അത് നിന്റെ കുഴപ്പമാണത്. രണ്ട് കാര്യങ്ങളുണ്ട്, പറഞ്ഞുതരാം. ഒന്ന്, ഇപ്പൊ ആള് കൂടുമ്പോഴും ഇത് കൂടുമ്പോഴും ഈ പറയുന്നത് പോലെ എന്താണ് ഡ്രസ്സ് പല സാധനങ്ങൾ വരും. അപ്പൊ നിന്റെ FPS അത് ബാധിക്കും. FPS കുറഞ്ഞു കഴിയുമ്പോൾ നിനക്ക് അടി കൊള്ളുന്നില്ല എന്ന് തോന്നാം, അല്ലെങ്കിൽ കുറെ വെടി വെക്കണമെന്ന് തോന്നാം. അങ്ങനത്തെ ഉള്ള ഇഷ്യൂസ് വരും. സോണൗട്ടില് കില്ല് വരേണ്ട മൈനസ് അടി അങ്ങനെയാണെങ്കിൽ അല്ല, സോണോട്ടി ചാവുമ്പോ ഡെത്ത് വരത്തില്ല അല്ലേ? താഴേക്ക് വിളിക്കണം. ഹലോ പറയടാ, ലൈവ് ആണ് മനസ്സിലായി. കാരണം കുറച്ച് കാര്യം സംസാരിക്കാൻ കൂടി വന്നു. ഒരു കേസ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഹലോ. അതായത് ഇപ്പൊ നമുക്ക് മറ്റേ കേസും കൂട്ടമൊക്കെ വന്നില്ല അണ്ണാ, ഈ സ്ട്രീമിംഗും കൂടെ നമ്മള് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഭയങ്കര മോശമാന്നൊക്കെ പറഞ്ഞിട്ട്. അതിന്റെ പുറത്താണ് ഞാൻ ഇന്നലെ, അതായത് നമ്മള് സാവേജിന്റെ ലൈവിൽ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത്, അതായത് ഇവരുടെയൊക്കെ ലൈവ് കാണണം, മുട്ടൻ തെറിവിളിയും തള്ളക്കി വിളിയാന്ന്. ഞാൻ മാന്യനാന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അണ്ണാ, ഞാൻ വിളിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം ഇതുവരെ ഞാൻ അതായത് ഇങ്ങനെ നിന്നിട്ടില്ല അതിനു വേണ്ടിട്ട്. അതിനുശേഷമാണ് നമ്മുടെ ലൈവില് അങ്ങനെ വലുതായിട്ട് വളർന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞ് ഇതാക്കി വെച്ചത്. ഇതില് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ പറഞ്ഞ പോലെ ദിഗോട് പറയണെന്ന് വെച്ച് കഴിഞ്ഞാല്, നീ വലിയ മിസ്റ്റർ പെർഫെക്റ്റ് കളിക്കല്ലേ, നീ ഇത് വലിയ മാന്യം കളിക്കല്ലേ, നിന്റെ ഒക്കെ അപരാധം കേട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഞാനാണ് കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും വലിയ അപരാധി എന്നാണ് പറയണത്. എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ അപരാധി ആയിക്കോട്ടെ, മനസ്സിലായോ? ഞാൻ അതിലൊന്നും പറയുന്നില്ല, ഞാനൊരു കാട്ടപരാധിയാണ്, മനസ്സിലായോ? പക്ഷെ ഞാൻ അപരാധം പറയുന്നുണ്ടെങ്കിൽ ഞാൻ മോത്തൊക്കെ അടിച്ചു പറയും, അല്ലാണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ മറ്റേ ഇൻഡയറക്റ്റ് ആയിട്ടൊന്നും പറയാൻ നിൽക്കത്തില്ല, മനസ്സിലായോ? സൗണ്ട് കുറവാണെന്ന് ഒരു സൗണ്ട്. ഇവന്റെ ഫുൾ സൗണ്ട് ഉണ്ട്, ഫുൾ സൗണ്ട്. എന്റെ സൗണ്ടാണ് കുറവ്, എന്റെ സൗണ്ട്. ഞാൻ മൈക്ക് എടുത്ത് വെച്ചു. ഓക്കെ അല്ലേ? ഇപ്പൊ ഓക്കെ അല്ലേ? ആദ്യമേ എനിക്ക് പറയാനുള്ള കാര്യം ഇത്രേ ഉള്ളൂ. അതായത് ഈ മറ്റേ ഈ ഒരു കേസ് ഇറക്കണമെന്ന് പറഞ്ഞാണ് ഈ പറഞ്ഞ പോലെ തെറി വിളിയും പറവിളിയും ഒന്നും ഇല്ലാത്തത്. അല്ലാണ്ട് നമ്മൾ ചുമ്മാ ഇരുന്നിട്ട് തെറി വിളിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. ആ ഒരു കേസാണ് നമ്മൾ ഇന്നലെ എടുത്തു പറഞ്ഞത്. അതിൽ അവന് നല്ലോണം പൊട്ടി. അത് കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല്, നീയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നപ്പോ നീയൊക്കെ നമ്മുടെ ഇവിടെ നിന്നല്ലേ പോയത്, നമ്മുടെ ഇവിടെ നിന്ന് പോകാൻ പറയാനുള്ള യോഗ്യത അവനില്ല. കാരണം ഡയോസ് തുടങ്ങിയപ്പോ ഞാനാണ് അവിടെ ഏറ്റവും കൂടുതൽ നിന്നത്, ഞാന് ഗുലാന് രായണ്ണന്, മനസ്സിലായ? ഈ പൂർവൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഈ പൂർവൻ ഞാൻ പോയി കഴിഞ്ഞിട്ടാണ് ഇവൻ വന്നത്, മനസ്സിലായ? മുട്ടൻ തെറിവിളി ഇവൻ വന്നിട്ട്, ഞാൻ പോയതിനു ശേഷം ഇവൻ വന്നിട്ട്, അതായത് അവിടെ ചെന്ന് അള്ളിയിരിക്കുകയായിരുന്നു. എന്നിട്ട് ഇവൻ വലിയ മാന്യം കളിക്കുന്നു. ഇപ്പൊ
ഇവന് മെയിൻ കളിക്കണം, ഇവൻ എന്ത് വേണമെങ്കിൽ കളിച്ചോട്ടെ, ഇവൻ മെയിൻ കളിച്ചാലും എനിക്കൊരു ഗുണമില്ല, മനസ്സിലായില്ലേ? ഇവനൊന്നും നോക്കിയിട്ടല്ല ഞാൻ അവിടെ നിന്നത്. ഞാൻ എന്നിട്ട് വേറൊരു കേസ് ഉണ്ട്, ഈ പറഞ്ഞ പോലെ റിഗ്രറ്റ് ചോദിച്ചു നോക്ക് ഒറ്റ. എന്നിട്ട് ഞാൻ വേറൊരു കേസ്, ഈ ഗോഡ് എന്തിരുന്ന് ഇവരുന്ന് ലൈവിൽ താളം വിടുന്നു? ഇവാരിവൻ ഇവ ഡയോസ് തുടങ്ങിയപ്പോ എന്തൊരു ഇവൻ ഡയോസിന്റെ ആരവൻ? നമ്മക്കില്ലാത്ത കഴിയെന്തൊരു ഇവന് എന്നോട്ട് ഈ താളം വിടാൻ തുടങ്ങിയത്? പിന്നെ ഇവൻ പറയണെന്ന് ഇപ്പൊ ഡിഗോഡ് പറയണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ അതായത് ടി വിയിലുള്ള മെമ്പേഴ്സിനെ അവരാജിച്ചിട്ടാണ് ഞാൻ ഇപ്പൊ തിരിച്ചു വന്ന് കയറിയിരിക്കുന്നത്. ഞാൻ ഇവിടെ അവരാജിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതെല്ലാം പറഞ്ഞ് സോർട്ട് ഔട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇവിടേക്ക് കയറി പോകുന്നത്. അല്ലാണ്ട് ഈ പൂർണ്ണ എനിക്കത് അതായത് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായ? ഇവനെ ഞാൻ വിട്ടു, മൊത്തത്തിൽ ഒഴിവാക്കി എന്റെ ലൈഫിൽ നിന്ന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവനൊരു ഈഗോ മൂത്തൊരു പയ്യനാണ് ഉള്ളത് കാര്യം പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ലൈവിൽ ഇവൻ മറ്റേ MRCയുടെ വാറിൽ നിന്ന് പൊട്ടിത്തെറിച്ചിട്ട് ഇവനെ ഞാൻ ഊക്കിയതിന്റെ വിഷമമാണ് ഇവൻ ഇപ്പൊ കാണിക്കുന്നത്, മനസ്സിലായി? അല്ലാണ്ട് വേറൊന്നുമല്ല. ഈ രണ്ട് കുണ്ണാള് കാരണമാണ്, മനസ്സിലാണോ? ഈ രണ്ട് കുണ്ണാള് കാരണമാണ് സത്യം പറഞ്ഞാൽ നമ്മൾ അതിന്റെ അകത്ത് ഇരുന്നിട്ട് ഇവ കാണിച്ച പരിപാടി എന്ന് പറഞ്ഞാൽ ഈ കുണ്ണ കാരണമാണ് സത്യം പറഞ്ഞാൽ. ഇവന്റെ അടുത്തൊക്കെ ചോദിച്ചു നോക്കി, ഞാൻ പറയണ കാര്യം ഗുലാം പറയട്ടെ. ഗുലാം ഇപ്പൊ ഒരു ഗ്യാങ്ങിലും കളിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം പറയാം ഗൈസ്, അവൻ ഡയോസ് പകുതി ആയിരുന്നപ്പോ ഇറങ്ങിപ്പോയ ഒരു വ്യക്തിയാണ്. ആദ്യം മുതൽ പകുതി വരെ ഉണ്ടായിരുന്നവനാണ്. അവൻ ഇപ്പൊ ഒരു ഗ്യാങ്ങിൽ ഇപ്പൊ ഇവിടെ കറന്റ് കളിക്കുന്നില്ല. അവന്റെ അടുത്ത് ചോദിച്ചു നോക്ക്, അവിടെ നിന്ന ഒരുത്തനാണ്, മനസ്സിലായോ? ഒരു ഗ്യാങ്ങിലും മോഹിച്ച് അവൻ ഒരു ഇതിലും പോയിട്ടില്ല, മനസ്സിലായി? അവൻ ഇറങ്ങിയിൽ അവൻ റിഗ്രറ്റ് അടിക്കുന്നുണ്ട്, പക്ഷെ അവൻ വേറെ ചോദിച്ചു ഒരിടത്തും പോയിട്ടില്ല. ഇത് അവൻ പറയട്ടെ, അവിടെ നടന്ന കാര്യം അവൻ പറയട്ടെ, അവൻ സംസാരിക്കട്ടെ. നമ്മൾ സംസാരിക്കാനായിട്ട് ഇതല്ലേ അവൻ സംസാരിക്കണല്ലേ? മൊത്തത്തിൽ ഇതാക്കാൻ നിൽക്കുന്നില്ല അല്ലേ? ഈ രണ്ടുപേരും വെറുതെ അവിടെ നിന്ന് ഇറങ്ങിയതല്ലോ. അവര് വന്നിട്ട് അവര് തന്നെ കാര്യം പറഞ്ഞിട്ടുമുണ്ട് സംഭവം എന്തിനാണെന്നുള്ളത്. അത് കറക്റ്റ് പറഞ്ഞ് ഇതാക്കാന്ന് കഴിഞ്ഞാൽ പലതും പറയേണ്ടി വരും. അത് വെറുതെ പറഞ്ഞ് ഇതാക്കുന്നില്ല മെയിനായിട്ട്. ഇത് എല്ലാവരെ കൊണ്ടൊന്നും ഇവരെ തലയിലോട്ട് കൊണ്ടിടാൻ നിൽക്കില്ല. നീ വലിയ കുണ്ണയൊന്നും പറഞ്ഞോണ്ടിരിക്കണ്ട. നീ ഓരോതും പറയാം. എനിക്ക് അവിടെ ഈ പ്രശ്നം നടന്ന ടൈമിൽ എനിക്ക് നിന്നെ അറിയാം. ഞാൻ അവിടെ വന്ന് നിന്നെ അപരാധിച്ചിട്ടുണ്ട്, ആ ടൈമിൽ അപരാധിച്ചിട്ടുണ്ട്. എന്റെ കണ്ണിൽ നിന്നെ കിട്ടിയിട്ടില്ല. എന്നിട്ട് നീ എന്നൊരു സ്റ്റോറി ഇട്ടല്ലോ വലിയ താളത്തിന്, ഡയോസ് നിർത്തിയ ടൈമില് അണ്ണനൊപ്പം എന്നും പറഞ്ഞ സ്റ്റോറി ഇട്ട്. എന്നിട്ട് 5 ദിവസം കഴിഞ്ഞപ്പോ സ്റ്റോറി മൊത്തത്തിൽ പറഞ്ഞുതരാം. എൻഡിങ് 5 years ഓഫ് കൊണച്ച RP ഇനി സരക്കണ്ണം ഉണ്ടെങ്കിൽ ഞാൻ വരത്തുള്ളൂ എന്ന് പറഞ്ഞ് മൈരനാണ്, മനസ്സിലായ? രണ്ടെണ്ണം ഒരുമിച്ചിട്ട് രണ്ടെണ്ണം ഒരേ സമയത്ത് ഇട്ടിട്ട് ആ പൂറി MRC കയറി പോയി. നമ്മുടെ അവിടെ ഇല്ല, ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു. നമ്മൾ അവിടെ ഇറങ്ങാൻ കാരണം ഈ ദിഗോഡിന്റെ മൊത്തം പ്ലാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ തീരുമാനിച്ചു അവിടെ പോയി നേരത്തെ 5 സ്ലോട്ട് ഉണ്ടാക്കി. രായൻ, ഇറ്റാച്ചി, സരക്ക് ആൻഡ് ഫ്ലഫി, ദിഗോഡ് അവിടെ റിക്രൂട്ട്മെന്റ് അവൻ പറഞ്ഞേ വെച്ച്, മനസ്സിലായി? ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞുതരാം. എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു. അതിന്റെ ബേസിലാണ് ഇതൊന്നും പറയണമെന്ന് വിചാരിച്ചതല്ല, എന്നാലും നിങ്ങൾ കുറച്ചുപേർ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുക. അതായത് ഇവിടുന്ന് ഇവരെ ഇറങ്ങിക്കഴിഞ്ഞ സമയത്ത്, അതായത് രായന്, ഇറ്റാച്ചി, ഫ്ലഫി, ദിഗോഡ്, റിബൽ ഇവർ ഇത്രയും പേരും MRCയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. അപ്പൊ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ദിഗോഡ് ചെന്ന് പോയി ചോദിച്ചേക്കുന്നു. അവിടെ പോയി രാജുഭായിന്റെ അടുത്ത്, രാജുഭായിക്ക് ഇവിടെ ഉണ്ട്, പോയി ചോദിച്ചു നോക്കിയാൽ മതി. ഇത് ആദ്യം തൊട്ട് അവസാനം വരെ ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ MRC കയറുന്ന കേസ് ഉണ്ടല്ലോ, ഫുൾ പ്ലാൻ അതായത് എങ്ങനെയാ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയോസ് നിർത്തലാവാറായി. അപ്പോ ഇതില് കമ്മിറ്റ്മെന്റ് ആയിട്ട് നിന്ന 2 പയ്യന്മാരുണ്ട്. ഒന്ന് ചരണും എൻസോയും. ഇവന്മാരെ എനിക്ക് അതായത് ഒരു ഗ്യാങ്ങിൽ ആക്കണമെന്നുണ്ട്, അതായത് ഒരു സ്ട്രീമർ ഗ്യാങ്ങിലേക്ക്. കാരണം ഇവന്മാരെ സ്ഥിരമായിട്ട് ലൈവ് ഇടുന്നൊക്കെ പയ്യന്മാരാണ്. അപ്പൊ ഇവന്മാരൊന്നും നല്ല രീതിയിൽ കാണണമെന്ന് എനിക്കൊരു ആഗ്രഹമുള്ളതുകൊണ്ട് ഞാന് രാജുഭായിക്ക് മെസ്സേജ്, രാജുഭായി ഇങ്ങനത്തെ 2 പേരുണ്ട്, MRC കയറ്റാൻ താല്പര്യമുണ്ടോ? ഞാൻ എന്തായാലും ഇപ്പൊ ഒന്നും കയറത്തില്ല, എനിക്ക് ഈ ഗെയിമിനോട് വെറുത്ത് എനിക്ക് MRC കയറാനും അതുപോലെ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവന്മാര് 2 പേരും കാര്യം പറഞ്ഞ് ചരണ്ട കേസ് ഓൾമോസ്റ്റ് ഓക്കെ, എൻസോയുടെ കേസ് അങ്ങനെ കാര്യമായിട്ടൊന്നും ആയില്ല. അപ്പോ അങ്ങനെ നിൽക്കുമ്പോഴാണ് പുതിയൊരു പ്ലാൻ വന്നു. ഫ്ലഫിയും ദിഗോഡും 2 കുണ്ണുകളും കൂടെ പ്ലാൻ ഇട്ടതെന്താ അറിയോ? ഞാന്, രാണ്ണൻ, ദിഗോഡ്, ഫ്ലഫി, സരക്കണ്ട്, നമ്മൾ 5 പേരും കൂടെ MRCയിലേക്ക് അങ്ങ് തൊലിച്ചു കയറാം, എന്നിട്ട് അവിടെ ഭരിക്കാന്നുള്ള രീതിയിലായിരുന്നു ഇവന്മാർ ഉണ്ടാക്കിയത്. പക്ഷെ കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല, അതേപോലെ രാണ്ണന് താല്പര്യമില്ല. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായി. ഇതിന്റെ ഇടയിൽ ഈ ഫ്ലഫി ഉണ്ടല്ലോ, രാണ്ണനെ വിളിച്ചിട്ട് ഒരേ കൺവിൻസിങ്, അതായത് എന്താ പറയണെന്ന് അറിയോ? രാണ്ണ ഡയോസിൽ ഒരുത്തൻ കടം ചോദിച്ചു കഴിഞ്ഞാൽ തരാൻ പോലും പൈസ ഇല്ലല്ലോ, നമ്മൾ MRC കയറിയാൽ നമുക്ക് ആ പൈസയൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നല്ലേ ഉള്ളൂ, അപ്പൊ അണ്ണന് ബാഡ് ആവില്ലല്ലോ എന്ന് പറഞ്ഞ് ഒരു ഊമ്പിയ കൺവിൻസിങ് അടിച്ച്. ഇതിന്റെ റെക്കോർഡും എൻ്റെ കയ്യിലുണ്ട്. ഈ കൺവിൻസ് ചെയ്ത സമയത്ത്
ഇതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഇവന്റെ അടുത്ത് സംസാരിക്കാൻ പോയപ്പോൾ ഞാൻ ഇവനെ വിളിച്ച് ഞാൻ ഇവനെ നല്ല രീതിയിൽ കൊടുത്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ പറയണം കൺവിൻസിങ് വെച്ചിട്ട് കഴിഞ്ഞ് എന്തിനാണ് ഇങ്ങനെ കൺവിൻസ് ചെയ്ത ഒരാൾ MRC കിട്ടണത്, അതേപോലത്തെ ഒരു കൺവിൻസിങ് ആണ് ഓക്സിക്കും കിട്ടിയത്. ഓക്സിയുടെ അടുത്ത് എന്താ കൺവിൻസ് ചെയ്തത്, ഇവിടെ ഇറ്റാച്ചിക്കും രാണ്ടനൊക്കെ തിരിച്ചു വന്നല്ലേ, അവർക്ക് വ്യൂസ് ഇല്ല, ഇവിടെ 10-30 സ്ട്രീമേഴ്സ് ഉണ്ട്, ഈ 10-30 പേര് ഒരേ സമയത്ത് ലൈവ് ഇടുന്നതുകൊണ്ട് എല്ലാവർക്കും ഒന്നും വാച്ചിങ് ഇല്ല, അവിടെ ആകെ 4-5 മൊണ്ണന്മാരേ ഉള്ളൂ, അവന്മാരെ ലൈവ് ഇടുമ്പോൾ വലിയ വാച്ചിങ് ഒന്നും ഇല്ല, നിനക്കൊക്കെ ഈസിലി വാച്ചിങ് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടാണ് ഈസിലി വാച്ചിങ് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടാണ് ഈ അതായത് പൊട്ടൻ ഓക്സിനെ വിളിക്കണത്. ഓക്സി ആണെങ്കിൽ നല്ല ബുദ്ധിയുള്ള പയ്യനായതുകൊണ്ട് ഓക്സി ഇതിന്ന് രക്ഷപ്പെട്ട് അവൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞ് ഇവൻ TV കയറിയ സമയത്ത് ഇവൻ ഓക്സിക്ക് എടുത്ത് മെസ്സേജ് അയച്ചതാണ് പറയണത്. അതായത് അറ്റ്ലീസ്റ്റ് ആ PC കൂറെങ്കിലും കാണിക്കാന്ന് പറഞ്ഞിട്ട് ഉള്ള രീതിയിൽ. ഇത് കേട്ടപ്പോ എനിക്ക് പൊളഞ്ഞു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും രാണനും ഇവിടെ വന്നിട്ട് നമുക്ക് വ്യൂസ് ഇല്ല എന്ന് പറയും, ഇവൻ എന്ത് യോഗ്യത മനസ്സിലായി? അല്ലെങ്കിൽ പോട്ടെ, ഇവൻ PC എന്ത് ചെയ്തു, ഇവൻ 1000 രൂപ ഉണ്ടാക്കി കൊടുത്താണ് പറയുന്നത്, ഇവൻ 1000 രൂപ വായിലടിച്ച് കൊടുക്കാന്ന് പറഞ്ഞു. എന്നാലും ഇവന് ഈ കഴപ്പാണ്, മനസ്സിലായോ? ഞാൻ റിബലിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ PC-യുടെ കാര്യം. അവൻ പറഞ്ഞ അവൻ ഇതിൽ ഇടപെടാൻ താല്പര്യമില്ല, അവനെ അതുകൊണ്ട് ഇതിനകത്തോട്ട് ഡ്രാഗ് ചെയ്യണ്ട, അവൻ്റെതായിട്ടുള്ള കുറച്ച് പേഴ്സണൽ കാര്യങ്ങളിലൊക്കെ നിൽക്കുക, അവനെ അതുകൊണ്ട് ഡ്രാഗ് ചെയ്യണ്ട എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അവൻ പറഞ്ഞിട്ടില്ല PC വേണമെന്നൊന്നും, അവൻ്റെ അറിവോടുകൂടി ഒന്നും അല്ല ഇത് പറഞ്ഞേക്കുന്നത്. അതായത് അത് ഇവനായിട്ട് പറഞ്ഞതാണ്, ഈ ഫ്ലഫി ആയിട്ട്. അതില് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് ദിഗോഡ് മറ്റേ ഷെയ്ക്കിന്റെ ലൈവിൽ വന്ന് പറഞ്ഞപ്പോ കൂടെ കുറെ എണ്ണം താളം അടിക്കാൻ അതിന്റെ ഇടയിലും ഉണ്ടായിരുന്നു. ഒന്ന് പറഞ്ഞ ബ്ലേക്ക് എന്ന് പറഞ്ഞൊരു പൂർവ്വം, നീ ആരുടെ അകിട് നോക്കിയിട്ടാ നിൽക്കണം മൈരെ? എടാ നിനക്ക് എന്ത് പറയാൻ യോഗ്യതയുണ്ട് മൈരെ? നീ ഒന്ന് ഡയോസിലും കളിച്ചിട്ടില്ല, നിനക്ക് ഇവിടുത്തെ കാര്യം അറിഞ്ഞൂടാ. നീ അവിടെ അവൻ മുട്ടൻ ഷോ അവിടെ ലൈവിൽ ഇരുന്നിട്ട്. അതേപോലെ വേറെ ഒരുത്തനുണ്ട് ജോഷുവ ഡയോസി കയറുന്നത് ഇതിന്റെ ഇടയെ വെച്ചിട്ടാണ്. നിനക്കൊന്നൊരു കുണ്ണ അറിഞ്ഞൂടാ. നിനക്ക് എന്തിനറിയാം? അല്ല ഞാൻ ചോദിക്കട്ടെ ജോഷുവ ഞാൻ ഒന്നും പറയാത്തത് നിനക്ക് എന്തിനറിയാം? ഇറങ്ങിയതിന്റെ ഒരു റീസൺ നിങ്ങളുടെ അടുത്ത് എനിക്ക് വിളമ്പേണ്ട ആവശ്യമില്ല. ആ അടുത്ത് ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഒരു കാര്യം ആടുത്തും പറഞ്ഞിട്ടില്ല ഗൈസ്. ഞാൻ അവിടെ എന്താണ് നടന്നെന്നുള്ള കാര്യം ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. നമ്മൾ അവിടെ ഇറങ്ങി ഒന്നും അറിഞ്ഞൂടാ, അതാ ലൈവ് ഇരുന്ന് നമുക്കറിയാം നമ്മളെ ഓർമ്മിപ്പിക്കില്ല. എന്തറിയാം? എടാ ഞാൻ ഇവിടെ കയറണ മുമ്പേ എല്ലാം ഇവിടെ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ കയറുന്നത്, മനസ്സിലായി? ഇവിടെ എല്ലാ കാര്യം നടന്നിട്ടാണ് വാസുവിന്റെ സംസാരിച്ച് ഇവിടെ ആരുടെ പ്രശ്നമുണ്ടോ എല്ലായിടത്തും സംസാരിച്ച് സോർട്ട് ഔട്ട് ഇട്ടാണ് ഞാൻ ഈ ഗ്യാങ്ങിലോട്ട് കയറുന്നത്, മനസ്സിലായി? പിന്നെ അണ്ണൻ വേറൊരു വർത്താനമുണ്ട്, ഞാൻ അവിടുത്തെ കുറ്റം പറഞ്ഞ അണ്ണനെ ഇംപ്രസ് ചെയ്തിട്ടാണ് TV കയറിയത്. വേറൊരു വർത്താനം, അതായത് ഞാൻ അവിടെ ഒരു കുറ്റവും ഞാൻ ആരെയും പറ്റി നെഗറ്റീവ് അടിക്കും. ഞാൻ അണ്ണടുത്ത് മെസ്സേജ് അയക്കണ സോറി, കാരണം ഞാൻ റിഗ്രറ്റ് അടിച്ചിട്ടാണ് ഞാൻ സോറി പറയുന്നത്. അത് ഞാൻ പറയാം ഞാനാണല്ലോ അത് പറയണ്ടേ, കാരണം ഞാനത് പറയണ്ടേ. ഞാൻ ഇപ്പൊ നിങ്ങളുടെ ഒരു കാര്യം പറയാം കേസ്, ഒറ്റ ഇതേ ഉള്ളൂ. ഞാൻ അന്നും പറഞ്ഞൊരു കാര്യമാണ്, എടാ TV-യിൽ നിന്ന് ഇറങ്ങിപ്പോയവർക്ക് റിഗ്രറ്റ് വരുന്ന ഒരു സമയത്ത് അവർ തിരിച്ചു വരും, എനിക്ക് ഉറപ്പാണ്. വരുന്ന സമയത്ത് നമുക്ക് അന്നേരം അവരോട് സംസാരിക്കാം. ഇവൻ രായൻ വന്നിട്ട് നേരെ എന്നോട് പറയണതെന്ന് പറഞ്ഞാൽ, അണ്ണാ രായൻ ഇറ്റാച്ചി ആ സമയത്ത് പറഞ്ഞത് ഇവർ ഗ്യാങ്ങിൽ കയറണമെന്ന് എന്നോട് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. എന്നോട് ഗ്യാങ് ഇവർ വന്നിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, അണ്ണാ 0 ഡിലേ എന്ന് പറഞ്ഞൊരു സാധനം തുടങ്ങുന്നുണ്ട്, ഞങ്ങൾക്ക് ഈ RP ഒക്കെ ഒന്നാമത്തെ കാര്യം അടുത്ത് 0 ഡിലേ എന്ന് പറയുന്ന ഒരു സാധനം തുടങ്ങുന്നുണ്ട്. ഇത് നമ്മളെ PC ഒപ്റ്റിമൈസേഷനും അതുപോലെ അത് തുടങ്ങാൻ കാരണം എന്തെന്നറിയോ ഗൈസ്? ഈ ഫ്ലഫി ഉണ്ടല്ലോ, ഫ്ലഫി വന്നിട്ട് എന്റെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചു. ഇപ്പൊ കുറച്ച് മുമ്പ് അവൻ ചോദിച്ചു പോലെ അണ്ണൻ എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും, അതായത് ഡയോസിലുള്ള പിള്ളേർക്ക് അണ്ണൻ എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും? അവര് വന്നൊരു പൈസ ചോദിച്ചിട്ട് അണ്ണന് കൊടുക്കാൻ പറ്റുമെന്ന് എന്റെ അടുത്ത് ചോദ്യം ചോദിച്ചു. ഗൈസ് സത്യം പറയാം ഗൈസ്, എനിക്കന്ന് ഞാൻ അത്രയ്ക്ക് നിന്നിട്ടുണ്ട് ഗൈസ്. ഡയോസ് എന്ന് പറഞ്ഞ ഗ്യാങ്ങിന് അത്രത്തോളം ഞാൻ നിന്നിട്ടുണ്ട്. വ്യൂസിന് വേണ്ടിയിട്ടോ ഒന്നിനു വേണ്ടിയിട്ടല്ല, ഞാൻ ആ ഗ്യാങ്ങിന് അത്രത്തോളം നിന്ന് അതിൻ്റെ അകത്തുള്ള ഓരോ പിള്ളേർക്ക് ചോദിച്ചു നോക്കിയാൽ ആ ഗ്യാങ് തീരുന്ന വരെ ഞാൻ അതിന് വേണ്ടിയിട്ട് കട്ടയ്ക്ക് ഇരുന്നിട്ടുണ്ട്. ഈ ഡയലോഗ് അടിച്ചപ്പോൾ എനിക്ക് ഇവനെടുത്ത് ദേഷ്യം വിഷമം എന്താണെന്ന് അറിയണം. കാരണം നമ്മൾ അത്രയും കാര്യമായിട്ട് ആ ഗ്യാങ്ങിന് വേണ്ടി ഒന്നും എല്ലാം ഗൈസ്, എനിക്ക് ഇവിടെ TV-ക്കകത്ത് എന്ത് കുറവാണ് എനിക്കുണ്ടായിരുന്നത്? എനിക്ക് ഒരു കുറവുണ്ടായിരുന്നില്ല. ഞാൻ ഒരു റിക്രൂട്ട്മെന്റ് ആയിരുന്നാലും ഞാൻ വാസുവിൻ്റെ പറഞ്ഞാൽ എനിക്ക് ആ പല റിക്രൂട്ട്മെന്റ് ഞാൻ പറഞ്ഞു, എനിക്ക് അത്ര പ്രയോറിറ്റി ഈ ഗ്യാങ്ങിനകത്തുണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് ഇറങ്ങേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. പക്ഷെ ഞാൻ ഇറങ്ങിയത് എന്റെ മൈൻഡിൽ ഞാൻ ഒരു വൺ സൈഡ് ആയിട്ട് കുറെ കാര്യങ്ങൾ എന്റെ മനസ്സിന് ഞാൻ കേട്ട കാര്യങ്ങൾ അതൊക്കെയാണ് വിശ്വസിച്ചായിരുന്നത്. 2 സൈഡ് ഞാൻ കേട്ടില്ല. അതായത് ഒരു പ്രശ്നം നടക്കുമ്പോൾ നമ്മൾ 2 സൈഡ് കേൾക്കണമെന്ന് പറയാം, ഞാൻ ഒരു സൈഡ് മാത്രം കേട്ട് ഞാൻ എന്റെ ഡിസിഷൻ എടുത്ത് ഞാൻ ഇറങ്ങി. അതെനിക്ക് ഭയങ്കര മിസ്റ്റേക്ക് ആയി പോയതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂടെ ഉള്ളവന്മാരെ എന്നെ ഇരുന്നിട്ട് ഇങ്ങനെ പട്ടിയെ പോലെ ആക്കുമ്പോഴേ അതിന്റെ ഒരു വേദന ഉണ്ടല്ലോ. നമ്മൾ എല്ലാം വലിച്ചിറങ്ങി നമ്മളെ എല്ലാം കളഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി വരുമ്പോൾ കൂടെ ഉള്ളവന്മാര് നമ്മളെ കാണുന്ന വാല്യൂ, പൈസ വെച്ചിട്ടുള്ള ഒരു വാല്യൂ കൂടെ ഉള്ളവന്മാര് പറഞ്ഞപ്പോഴേ അന്ന് തകർന്നു. സീരിയസ്ലി പറഞ്ഞാൽ അന്ന് തകർന്നു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചിട്ട് ആകെ ഉണ്ടായിരുന്നത് എനിക്ക് കൂടെ ഉള്ളവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്തെങ്കിലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയപ്പോൾ ഞാൻ ആലോചിച്ചിട്ട് 0 ഡിലേ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ഞാൻ വാസുകൊണ്ടാണ് ഒന്ന് മെസ്സേജ് ചെയ്യണം, അണ്ണാ എന്തെങ്കിലും ഒരു പരിപാടി, അണ്ണാ ബാക്കി പറയണം.
അപ്പൊ എന്നിട്ട് ഇവന്റെ അടുത്ത് പോലെ ഒന്ന് പറഞ്ഞിട്ട് എനിക്കിത് ഇനി കളിച്ച് എനിക്കിനി എന്തായാലും MRC-ലോട്ട് പോകാനുള്ള താല്പര്യമില്ല. ഇതുപോലെ MRC-ലോട്ട് അവരെ പോകാനുള്ള പ്ലാനിലാണ്. ഇത്ര പേര്, ഈ 5 പേര് MRC-ലോട്ട് കയറാനാണ്. എനിക്ക് വിറ്റാച്ചിക്ക് MRC-യിൽ കളിക്കാനുള്ള താല്പര്യമില്ലെണ്ണ. അതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ, അതായത് ഇങ്ങനെ സീറോ ഡിലേ എന്ന് പറഞ്ഞൊരു പരിപാടി, PC ഒപ്റ്റിമൈസേഷനും ബാക്കി പരിപാടികളൊക്കെ ചെയ്ത് അതിൽ നിന്നൊക്കെ എന്തെങ്കിലും റവന്യൂ ഒക്കെ അടയ്ക്കാൻ പറ്റും. ഒരു മാസത്തെ വൈഫൈ ഇതുപോലും അടയ്ക്കാൻ പറ്റാത്ത അവൻ്റെ സാഹചര്യത്തിലോട്ട് വന്നു. അവൻ്റെ കുറേ കാര്യങ്ങളിൽ ഇതുകൊണ്ട് കുത്തിയിരുന്ന് അപ്പം അങ്ങനത്തെ ബേസിക് കാര്യങ്ങളെങ്കിലും പോവല്ലോ, ഇത് RP ഇവൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തരണം എന്നൊക്കെ ഉള്ളൊരു രീതിയിൽ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എന്നിട്ട് നേരെ അവരോട്, എടാ നീ അത് ഞാൻ സെറ്റാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ ചോദിക്കുക, എടാ തിരിച്ചു വരുന്നോ TV-യിലോട്ട്? ഇത്രയേ ഉള്ളൂ. അല്ലാതെ ഇവരല്ല എന്നോട് പറഞ്ഞത് TV കയറാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ TV ഞാൻ തിരിച്ച് കയറിക്കോട്ടെ അണ്ണ എന്നല്ല. ഞാൻ നേരെ പറഞ്ഞത് തിരിച്ചു രായ ഇറ്റാച്ചി തിരിച്ചു വാ, നിങ്ങൾ രണ്ടുപേരും വാ എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചതാണ് ഇവരെ. മനസ്സിലായി? ഞാൻ വിളിച്ചതാണ് ഇവരെ. അന്ന് വന്ന് അതിന് ശേഷം നേരിട്ട് വന്ന് അവന്മാർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇതാക്കി. ഞാൻ എൻ്റെ കൂട്ടത്തിലുള്ള എല്ലാവരും, കാരണം TV വളരെ നന്നായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അതായത് അപ്പോൾ ഞാൻ ഇവരെ രണ്ടുപേരെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടുവരുമ്പം ബാക്കിയുള്ള പ്ലേയേഴ്സിന് ഇഷ്യൂസ് ഒന്നും വരാൻ പാടില്ല. ഞാൻ ഇവരോടത്തെല്ലാം സംസാരിച്ച്, അന്നേരം സംസാരിച്ചപ്പം ഇവിടെ പ്രശ്നം ഉണ്ടായിരുന്ന, അതായത് ഇപ്പോൾ ആ സമയത്ത് സംസാരമായിട്ടുള്ള ബെല്ലാരിയുടെ കേസിൽ സംസാരമായിട്ടുള്ളത് സാവേജ് അല്ലെങ്കിൽ സ്നൈപ്പ്, ഇങ്ങനെ കുറച്ച് പേരൊക്കെ ആയിട്ട് രായൻ്റെ കാര്യത്തിലൊക്കെ കുറേ, പിന്നെ ഇടയ്ക്ക് വെച്ച് രായനും അതുപോലെ തന്നെ നമ്മുടെ ബാലനും സംസാരമായതാണ്. ഇങ്ങനെ കുറച്ച് ആൾക്കാരെ എനിക്ക് കൺസേൺ ഉണ്ട്. കാരണം അവരോട് ചോദിച്ചിട്ട് പിന്നെ ഇവനെ കൊണ്ടുവന്നിട്ട് ഇവർ തമ്മിൽ വീണ്ടും ഗ്യാങ്ങിനകത്ത് അടിയായ പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് നേരെ ഇവരെല്ലാം സംസാരിപ്പിച്ച് എല്ലാം റെഡിയാക്കിയതിന് ശേഷമാണ് ഗ്യാങ്ങിൽ കൊണ്ടുവന്നത്. അല്ലാതെ അവിടുത്തെ പ്രശ്നം വന്ന് ഇവിടെ പറഞ്ഞ് ഇമ്പ്രസ് ചെയ്യുന്നവനെ എനിക്കിവിടെ കളിപ്പിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? പിന്നെ അല്ലല്ല വെയിറ്റ് ഞാൻ ഒരു കാര്യം പറയട്ടെ. കൺവേർട്ടിങ് ജോഷ് നീയൊക്കെ ബ്രെയിൻ ഫീഡാണ്. നിന്നെ അല്ലടാ, നിന്റെ അടുത്തല്ല പറയണേ. ഞാൻ പറയണത് മറ്റേ RX100-ലെ അച്ചിപ്പട്ടികളോടല്ല കേട്ടോ. ഇത് TV-യുടെ ഓഡിയൻസിന് സത്യം മനസ്സിലാക്കിയിരിക്കാൻ. ഡൗൺ ടു ടോപ്പ് നമ്മളോട് ഉണ്ടായിരുന്ന TV ഓഡിയൻസിനോടാ പറയണേ. അല്ലാതെ RX100 മറ്റേ കണ്ടിത്തീട്ടം ഗ്യാങ് പോലും ആവാതെ മറ്റേ കേസും പറയായിട്ട് നടക്കുന്ന കണ്ടികളുടെ ഓഡിയൻസിന്റെ അടുത്തല്ല ഞാൻ പറയണേ. അവര് കേട്ടാ വാസണം വേറെ കേസുണ്ട്. കൺവേർട്ടിംഗ് എന്ന് പറയണവന്മാർക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. റെക്കോർഡ് ഉള്ളതുകൊണ്ടാണ് ഞാൻ സംസാരിക്കണം. മനസ്സിലായോ? ഞാൻ ഇത്ര നേരം എന്തിനാ ഇരുന്നേന്നോ? ആ കുണ്ണേന്റെ റെക്കോർഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായി? അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഈ പിന്നെ വേറൊരു കേസ് ജോഷെ, ഞാൻ ഇപ്പോഴേ പറയാം, നിനക്ക് ഒരു കാര്യം അറിഞ്ഞുകൂടാ. നീ ഇടയെ വെച്ച് കയറി വന്നതാണ്. മനസ്സിലായ? എനിക്കറിയാം നീ ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ കുണച്ചെന്നുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് ഇപ്പൊ ദിഗോഡ് അവിടെ നിങ്ങളെല്ലാവരും ഒരേ ഗ്യാങ് ആണ്. മനസ്സിലായ? അപ്പൊ എനിക്ക് ഒബ്വിയസ്ലി മനസ്സിലാവും നീ അവന്റെ കൂടെ നിൽക്കത്തുള്ളൂ എന്നുള്ളത്. നീ ആരുടെ കൂടെ നിന്നാലും എനിക്ക് മൈരുമില്ല. നീ എന്താന്ന് വെച്ചാൽ പറയുകയും ചെയ്തോ. പിന്നെ അതിന്റെ ഇടയിൽ വേറെ നിന്നെ പറഞ്ഞതിനുള്ള റിപ്ലൈ എടുക്കും. ഡയോസിനെ വെച്ച് വിക്ടിം കാർഡ് ഇറക്കി തടി ഊരല്ലേ? എടാ ഇത് ഇവന്മാർക്ക് പറയാനുള്ള ഞാൻ പറഞ്ഞോട്ടാ, ഇവന്മാർക്ക് പറയാനുള്ള കാര്യം ഇത് കഴിഞ്ഞിട്ട് നിന്റെ അമ്പിക്കുണ്ണയ്ക്കുള്ളത് ഞാൻ വാ തുറന്ന് പറയും. അതല്ലാതെ 10 പേരെ വിളിച്ചുകൊണ്ട് വന്നിരുന്നു മറ്റേ ഒരു കാര്യം അറിയാത്തവന്മാർ കുരയ്ക്കുന്ന പോലെ കുരച്ചിട്ട് പോകണമല്ല. ഞാൻ പറയാനുള്ളത് മൊത്തം പറഞ്ഞിട്ടേ പോളൂ. വിക്ടിം കാർഡ് വണ്ടിയൊന്നുമല്ല ഇത്. ഇവന്മാർക്ക് പറയാനുള്ള കാര്യം ഇത് കഴിഞ്ഞിട്ട് നിന്റെ വലിയ ഷീക്കുണ്ണയ്ക്കുള്ളത് ഞാൻ ഇപ്പൊ കൊടുക്കും. അത് ഞാൻ കൊടുത്തിട്ടേ പോകത്തുള്ളൂ. മനസ്സിലായ? അങ്ങനെ ജോഷിയുടെ കേസ് അവിടെ വെച്ച് ഓക്കെ, അവൻ എന്താന്ന് വെച്ചാൽ അവന് മനസ്സിലാവാം. കാരണം കൂടെ കളിക്കുന്നതാണ്. അതിന്റെ ഇടയിൽ ഇതേപോലെ കൂടെ കളിക്കുന്ന ഒരുത്തനുണ്ട്, വിപ്സി. ഇവൻ 4 പേര് അവിടെ PUBG കളിച്ചോണ്ടിരുന്ന പയ്യനാണ്. ഇവൻ എന്തറിഞ്ഞിട്ടാണ്? ഞാൻ ഇവന്റെ അടുത്ത് മിണ്ടാറ് പോലും ഇല്ല മര്യാദയ്ക്ക്. മനസ്സിലായില്ല? നീ PUBG കളിച്ചോണ്ടിരുന്ന നീ അവിടെ തന്നെ നിന്നിട്ടുള്ളൂ. ഞാൻ നിന്റെ അടുത്ത് ഒന്നും പറയാൻ നിന്നിട്ടില്ല. അതുകൊണ്ട് നീയും അവിടെ തന്നെ നിൽക്കുക. കാരണം ഇതിൽ തലയിടാൻ വരല്ലേ. തലയിടാൻ വന്നു കഴിഞ്ഞാൽ നിനക്കും കിട്ടും. മനസ്സിലായ? ദിഗോഡിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഞാൻ നിന്നെ അതായത് തെറി വിളിക്കുക അങ്ങനത്തെ കേസിലൊന്നും ഞാൻ കാര്യമായിട്ട് നിന്നിട്ടില്ല. പിന്നെ നീ തെറി വിളിച്ചതെന്ന് മറ്റേ TJയുടെ സിറ്റുവേഷനിൽ അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെല്ലാവരും അഫക്ട് ചെയ്യണം. അത് കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റിനെ അഫക്ട് ചെയ്യണം. മനസ്സിലായ പുണ്ടച്ചോനെ? അല്ലാണ്ട് നിന്നെ അതായത് നമ്മളെല്ലാവരും അഫക്ട് ചെയ്യണോണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധം. നീ അവിടെ പോയപ്പോൾ എന്താണ് നിന്റെ തലച്ചോറ് ഊരി വെച്ചിട്ടാണ് പോയത്? സത്യമായിട്ട് ഞാൻ ചോദിക്കുകയാണ്. എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക. നിനക്ക് വിവരവും ബുദ്ധി ഉണ്ടായിരുന്നാണല്ലോ ഇച്ചിരിയെങ്കിലും. ഈഗോ കാണിച്ചപ്പോൾ എല്ലാം പോയോ? എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക. പൊട്ടനായോ നീ? പിന്നെ നീ എന്നെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ നീ എന്താന്ന് വെച്ചാൽ പറഞ്ഞു. കാരണം എനിക്കൊന്നും പോവാനും ഇല്ല. അതേപോലെ തന്നെ ഞാൻ ഇവിടെ ഉള്ള എല്ലാവരും നമ്മളുള്ള സമയത്ത് എന്തരാണ് നീ പറഞ്ഞിട്ടുള്ള സംഭവം അല്ലേ ഇവിടെ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. അത് എന്തൊരു പറയും? അതായിരുന്നു താളം വിടുന്നില്ല. അല്ല നീ നാളെ വന്നിരുന്നു ഒലത്ത്, നീ പറയണ ഒലത്ത്, ഞാൻ നാളെ വന്നിരുന്നു പറയാം. നീ പറ, നിനക്ക് എന്തിനാണ് പറയാനുള്ളതെന്ന് പറ. ആ പറഞ്ഞിട്ട് അത് കണക്ക് ഈ കേൾക്കുന്നത് കണക്ക് തന്നെ ഇരിക്കാം.
ഗോഡ് മറുപടി തരണം മോനെ. മറുപടി തരണം, മറുപടി തരണം മോനെ ഇവിടെ നീ. പ്രൂഫായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. നീ വല്ല താളം പ്രാപിക്കല്ലേ? അത് വേറൊരു കേസ് പറയുന്നുണ്ട്. നീയൊക്കെ ഓസി പറഞ്ഞു കഴിഞ്ഞാല് നീ കൂടി പോയാൽ എന്നെ തള്ളക്ക് വിളിച്ചിട്ട് പോകത്തുള്ളൂ. എനിക്ക് നിന്നെ തള്ളക്ക് വിളിക്കേണ്ട ആവശ്യമില്ല. അതുകൂടെ ഞാൻ എല്ലായിടത്തും വിളിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ മനസ്സിലായി. എനിക്ക് അതായത് ഒരു കാര്യം മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആരുടെ അടുത്താണെങ്കിലും ഞാൻ നേരെ മുഖത്ത് നോക്കി സംസാരിക്കുന്ന ആളാണ്. ഞാൻ അപരാധിക്കണോ എനിക്ക് ഇത്രയും വിഷമമാണെങ്കിൽ മോനെ നീ വേറെ എന്തെങ്കിലും പണി ചെയ്ത് പൊക്കണം. ഈ MRCയിൽ തൊലിക്കാൻ നിൽക്കല്ലേ, ഉള്ള കോണച്ച ഗ്യാങ്ങിലൊക്കെ കേറിയിട്ട് മറ്റേ എന്താ പറയാ താളം അടിക്കാൻ നിൽക്കല്ലേ മോനെ. ഇപ്പോഴേ ഞാൻ പറയാം, നാളെ നീ അന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നല്ല കൂട്ടത്തിൽ നിന്നുള്ളവരെ വെറുപ്പിക്കുകയും ചെയ്തു. അങ്ങ് ഭയങ്കര ആഗ്രഹമായിരുന്നില്ല അങ്ങ് MRC കയറാൻ. എന്നിട്ട് കിട്ടിയല്ല, പാലും കുടിച്ചിരിക്കുന്നല്ലേ ഷേക്കിന്റെ. സൂപ്പറായല്ലേ, നല്ല രസമല്ലേ ഇപ്പൊ അവിടെ, അടിപൊളിയല്ലേ ഇപ്പം. അല്ലല്ല കാര്യായിട്ടാണ് വാസണ അവന് മുട്ടാഗ്രഹമായിരുന്നു. ഇത് അവ അല്ലെന്ന് ലൈവ് എന്ന് പറയട്ടെ. അവൻ MRC തോലിക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു. MRC കേറി മറ്റേ വലിയ ഉള്ളവരെ തന്നെ വെറുപ്പിച്ചിട്ട് അവന്റെ താളം മുടലാൻ വന്നിട്ട് MRC കേറി ഉണ്ടാക്കി അവനോട് എന്തൊരു കഷ്ടമെന്ന് പറയും. നമ്മുടെ കാര്യം നോക്കി മര്യാദക്ക് ഞാൻ നിന്റെ കേസ് ഞാൻ വന്നാൽ സംസാരിക്കാൻ വരുമെന്ന് ഞാൻ ഇവരുടെ അടുത്ത് പറയണ്ടുണ്ടായിരുന്നു. ഞാൻ തപ്പിയിരിക്കായിരുന്നു കുണ്ണെ, നീ ആയിട്ടാണ് വന്നത്. ഇനി നീ താള വിടുവെങ്കിൽ നീ അവരാധിക്ക് ഞാൻ എടുത്തിട്ട് ഞാൻ ഇപ്പൊ മിണ്ടായിരിക്കുന്നതേ ഉള്ളു. എന്റെ പലതും പറയണ്ട് ഞാൻ ഇതിലൊന്നും മിണ്ടാണ്ടേ. ഇന്ന് ഷെയ്ക്കിന്റെ ലൈവിൽ ഞാൻ നോക്കുമ്പോൾ ഫ്ലഫീനെ പരിസരത്ത് കാണാനില്ല. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഈ പൊട്ടനാണ് എല്ലാം പോയി ചെയ്തു വെച്ചത് ഫ്ലഫി. എന്നിട്ട് ഇവന് വക്കാലത്ത് പറയാൻ ദിഗോഡ്. മനസ്സിലായി, രണ്ടുപേരും ഗ്യാങ് കൊണ്ട് തൊലച്ചളിയാ ഉള്ളത് പറയാം. എല്ലാം തൊലച്ചു, മൊത്തത്തിൽ തൊലച്ചിട്ടാണ് ഇരിക്കുന്നത്. ഒരു സ്ക്രീൻ ഷെയർ ചെയ്യുന്ന ശിഖണ്ഡികൾക്കും കണ്ടുകൊണ്ടിരിക്കുന്ന ബാക്കി ശിഖണ്ഡികൾക്കും വെൽക്കം RSR ശിഖണ്ഡികളെ വെൽക്കം സ്ട്രീം. എന്തിരി അപരാധം എന്ന് പറയണേ. അവൻ കമ്മ്യൂണിറ്റിയിലെ ബെസ്റ്റ് അപരാധി തന്നെ. എടാ ഞാൻ അപരാധിക്കും, കാരണം എനിക്ക് പറയാൻ കാരണമുണ്ട്. മനസ്സിലായ, നിനക്കൊരു കുണ്ണയില്ല പറയാൻ. നീ ദിഗോഡ് എന്നുള്ള പേര് എവിടുന്ന വന്നത് നീ ആലോചിച്ച് നോക്ക്. പുണ്ടച്ചി പോലെ നീ എവിടുന്നാ വന്നത്? എടാ നീയൊക്കെ ഇത് കൊടുന്ന പേരും താളമൊക്കെ ഇട്ടല്ല. ഞാനൊക്കെ ഇറങ്ങി, ഞാനും ഇറ്റാച്ചിയൊക്കെ ഡൈവേഴ്സിൽ നിന്ന് പോയ ടൈമിൽ ഇത് ഗോഡല്ലേ ഇരുന്ന TJ ആയിട്ട് തൂറിയല്ലേ തോറ്റത്. എത്ര വാരം തോറ്റ്. ഇത് ഗോഡിനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലേ? ഒലത്താൻ പറ്റിയില്ലേ? എന്ത് പറ്റാത്തെന്ത് അവിടെ പോയി അല്ലെന്ന് ഞാൻ എല്ലാരും നിർത്തി കഴിഞ്ഞപ്പോ ഇവനൊക്കെ ഗ്യാങ് അങ്ങ് കണ്ടിട്ടില്ല. ഇവൻ എന്നിട്ടാണ് ഇവൻ ഈ കണക്ക് അവൻ വലിയ കീട് മറ്റേ കമ്മ്യൂണിറ്റി അവനും കുറെ ഗ്യാങ് വിളിച്ചിട്ടുണ്ടെന്ന്. എടാ നീ ഇവിടെ TV-യിലേക്ക് നീ എങ്ങനെയാ വന്നത് കൂടെ? നീ അതൊന്ന് പറ. അയ്യോ അത് പറയല്ലോ. അവൻ നമ്മൾ അങ്ങോട്ട് വിളിച്ചു. ഞാൻ അന്നേ സ്നൈപ്പ് നിന്നോട് ഞാൻ പറഞ്ഞത് ഈ കുണ്ണനെ കയറ്റല്ലെന്നും പറഞ്ഞതാണ്. അന്ന് എന്നെ വന്ന് കൺവിൻസ് ആയിരുന്നു, മൊത്തം കൺവിൻസിങ്. പിന്നല്ലാതെ നമ്മളെ സ്നൈപ്പിനൊക്കെ കിട്ടും, കയ്യോടെ കിട്ടും. ഫുൾ പൊലാടിയെല്ലാം പറഞ്ഞ ഇത് ഇമാരി ഇനി എന്തോ ബാക്കി എന്താന്ന് വെച്ചാൽ പറയണത് പറയട്ടെ. അത് കഴിഞ്ഞിട്ട് ബാക്കി പറയാം. ഭയങ്കര ഭീഷണി പറയിപ്പിക്കലെന്ന് പൂറി പോലെ നീ പറ. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ബാക്കി കുറെ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയാം. മനസ്സിലായി, നീ പറഞ്ഞു കഴിഞ്ഞ ശേഷം എനിക്ക് പറയണം. മനസ്സിലായി, നീ പറയിരുന്നിട്ട് അതൊന്ന് പേടിപ്പിക്കണം. നീ ആരാടാ പേടിപ്പിക്കണം? നീ എന്തിനു കൂമ്പിയാലും ഇവിടെ ഒന്നുമില്ല പറയും. മനസ്സിലായി, നിനക്കൊക്കെ എന്തെങ്കിലും പറയണമെങ്കിൽ എടുത്തോണ്ടോ. അത്രയ്ക്ക് ധൈര്യത്തോടാണോ പറയണത്? എടുത്തോണ്ട് വാ കുണ്ടച്ചുവനെ. ദിഗോടെ നീ പേടിപ്പിക്കുമ്പോ ആലോചിക്കണം. ദിഗോടെ നീയൊക്കെ കളിച്ച് വളർന്നതേ എന്റെ കൂടെയാണ്. മനസ്സിലായ, നീ DC-യിലാണ് വന്നപ്പോഴാണ് നിനക്കൊക്കെ ഈ പറഞ്ഞ മറ്റേ ഒരു എക്സ്പോഷർ കിട്ടണത്. അതുകൊണ്ട് നീ ആരെ പേടിപ്പിക്കണമെന്ന് നീ ആലോചിക്കണം. നീ ഭാഷ എന്നല്ലായിരുന്നു നിന്റെ പേര്. നീ ദിഗോഡ് നിട്ടത് എപ്പോ തൊട്ടാ? അതുകൊണ്ട് ഓവർ കൊണയൊന്നും വേണ്ട. മനസ്സിലായില്ലേ? അവിടെ നിൽക്കേണ്ടടുത്ത് നിന്നാ മതി. അവിടെ നിന്റെ കാര്യം നോക്കി മര്യാദയ്ക്ക് അങ്ങ് നിൽക്കുക. ബാക്കിയുള്ളവരുടെ മറ്റേ കാര്യത്തിൽ തലയിടാൻ വന്നു കഴിഞ്ഞാല് ഇത് കിട്ടും. ദിഗോടെ ഞാൻ ഒരു കാര്യം പറയാം, നല്ലത് കിട്ടും. തെറി വിളിക്കാൻ അറിയാഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ മാന്യനൊന്നും പറയണില്ല. ഞാൻ തള്ളക്കി വിളിക്കുക തന്തയ്ക്ക് വിളിക്കുക അങ്ങനെയൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ അന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റിയിൽ ഇപ്പൊ ഈ തെറിവിളി ഒഴിവാക്കാൻ മാക്സിമം നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ എന്റെ ലൈവിൽ പോലും ഞാൻ ഇങ്ങനെ ഇരുന്ന് തെറി വിളിച്ചിട്ടില്ല. വാസുന്റെ ലൈവിൽ ഇപ്പൊ ഞാൻ തെറി വിളിക്കുന്നത്. വാസുടെ സോറി. പിന്നെ വിപ്സിക്കുള്ളത്, വിപ്സി നിന്നെ നമ്മളാരും ഇവിടെ ഒരു ഹെയ്റ്റും നിനക്ക് തന്നിട്ടില്ല. നീ ഈ ഇതിലേ ഇല്ല. ജോഷു ആയിക്കോട്ടെ വിപ്സി ആയിക്കോട്ടെ, നിങ്ങൾക്ക് രണ്ടുപേർക്ക് കാര്യം എന്താന്ന് വെച്ചാൽ നേരച്ച് അറിഞ്ഞൂടാ. മനസ്സിലായി, നിങ്ങൾക്ക് എന്താണ് ആക്ച്വലി ഇവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിഞ്ഞൂടാ. എനിക്ക് കൺവിൻസ് ചെയ്യാനും നിങ്ങളെ താല്പര്യമില്ല. നിങ്ങളടുത്ത് വന്ന് പറഞ്ഞ് നിങ്ങളെ പഠിപ്പിച്ചു തരാനും എനിക്ക് താല്പര്യമില്ല. പക്ഷെ വിപ്സി മോനെ, ഇനി നീ കുറച്ചും കൂടി ഇരുന്ന് താളം അടിച്ച് ഇതിന് റിപ്ലൈ ആയിട്ട് വരണമെങ്കിൽ മോനെ നീ ഇരുന്ന് മെഴുകുന്ന രീതിയിലുള്ള പരിപാടി ഞാൻ ചെയ്യും. അതിനുള്ള പരിപാടി എല്ലാം ചെയ്തു വെച്ചിട്ടാണ് മോനെ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് മോൻ
മോൻ ഇരുന്ന് മെഴുകും, മനസ്സിലായോ? അവസാനം അവിടെ ഇല്ല ഇവിടെ ഇല്ലാത്ത അവസ്ഥ ആവണ രീതി ആക്കരുത് എന്നെ കൊണ്ട്. അതുകൊണ്ട് മോന്റെ കാര്യം നോക്കി പോവാ. അത്ര എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ കാര്യം നോക്കി പൊക്കോണ്ടിരിക്കുകയാണ്, വെറുതെ നമ്മളെ ഇതിലേക്ക് ഇങ്ങനെ വലിച്ചിടല്ല കേട്ടാ. നിന്റെ മറ്റേ ഭീഷണിയൊന്നും നമ്മുടെ അടുത്ത് വേണ്ട, മനസ്സിലായോ? പറയാൻ നിന്നാൽ നമുക്കാണ് 100 കൂട്ടം കാര്യങ്ങളുള്ളത്. അതുകൊണ്ട് വിപ്സി മോനെ, ഒരു കാര്യത്തിലും നിനക്ക് ഒരു ഹേറ്റും ഇല്ല വിപ്സി. എനിക്ക് ഇപ്പോഴും നിന്റെ അടുത്തില്ല. നിനക്ക് നിന്നെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്ത് പറഞ്ഞു, നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല വിപ്സി. അതായത് ഇല്ല അതൊന്നും സംഭവം ഇത്ര ഉള്ളൊരാണ്. ജോഷയും വിപ്സി ഇപ്പൊ പറഞ്ഞതിന്റെ എന്താണെന്നറിയോ? ദിഗോഡിന് വേണ്ടി സംസാരിച്ചു, മനസ്സിലായി? വേറൊന്നുമല്ല, ദിഗോഡിന് വേണ്ടി സംസാരിച്ചാണ്. പക്ഷെ ദിഗോഡ് ആർക്ക് വേണ്ടി സംസാരിച്ചെന്നുള്ളത് ദിഗോഡിനോട് ചോദിക്കണം. ദിഗോഡ് ഇപ്പൊ ഈ അടിച്ച താളമുണ്ടല്ലോ, എന്തിന്റെ ധൈര്യത്തിൽ അടിച്ചെന്നുള്ളത് എനിക്ക് അറിഞ്ഞു. വേറൊന്നുമില്ല, ചില്ലറ താളമാണോ ദിഗോടെ? ഇങ്ങനെയാണോ നീ അതായത് നിന്നിട്ടുള്ളത്? മിണ്ടാണ്ടിരുന്ന ആൾക്കാരെ ഇതല്ല, ചുമ്മാ വന്നിട്ട് കൊണക്കാൻ വന്നിരിക്കുന്നു. അത്രേ ഉള്ളൂ, ഇത്ര കാര്യങ്ങളുള്ളൂ. ഇത് ജസ്റ്റ് പറയണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. ബാക്കി അവരത് റെക്കോർഡിങ്ങും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എണ്ണ നമുക്ക് പയ്യെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ എല്ലാം ഒറ്റ അടിക്കാൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് ഓരോ ഓരോ എന്നിട്ട് എണ്ണി ഇട്ട് കൊടുക്കും. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ മോനെ, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. എന്തിനാണ് സ്ക്രീൻ തിരക്ക്? പിന്നെ റെക്കോർഡ് ഇല്ലാന്ന് വിചാരിക്കണമെന്നായിരിക്കും. ഞാൻ ഇപ്പോഴേ പറഞ്ഞുതരാം, ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് നിന്റെ എല്ലാവർക്കും അറിയാം, അത് ഫ്ലഫിക്കും അറിയാം, ദിഗോഡിനും അറിയാം, എല്ലാ എണ്ണത്തിനും അറിയാം. ഓക്കെ, ഞാൻ നല്ലൊരു അപരാധിയാ, മനസ്സിലായോ? ഞാൻ റെക്കോർഡ് ചെയ്യും, എല്ലാം ഞാൻ എടുത്ത് കാണിച്ചും കൊടുക്കും. ഓക്കെ, അപ്പൊ നിങ്ങക്ക് പറയാനുള്ള കാര്യം പറഞ്ഞില്ലേ, കഴിഞ്ഞില്ലേ? ഇതാണ് ഇത് കഴിച്ചത്. അത് ഇവരെ ഇതിപ്പോ നമ്മൾ എന്റെ ലൈവ് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഇവന്മാരെ അവരാഴ്ചത് നിങ്ങൾ കാണാത്തതുകൊണ്ടാണ് ഇവന്മാർ ഇത്ര ട്രിഗറായിട്ട് സംസാരിച്ചത്. ഓക്കെ, അപ്പൊ അതിന്റെ റിപ്ലൈ ആണ് അവന്മാർക്ക് പറയാനുള്ളത്. അവന്മാർ ബാക്കി അവരുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫ്യൂച്ചർ ലൈവിൽ പറയും.